ഗൗരി. ശ്രീനാഥ് അരുണിനെ നോക്കി. ശ്രീനാഥ് രാധികയെ തിരിഞ്ഞു നോക്കുമ്പോൾ രാധിക ലച്ചുവിനോടും ബാലയോടും കൂടി നിന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. എന്താ ശ്രീയേട്ടാ, ശ്രീയേട്ടന്റെ ഗൗരിയെ കണ്ടിട്ട് സംസാരിക്കാതെ നിൽക്കുന്നേ? ഗൗരി, നീ പോ പ്ലീസ്. നിന്നെ കണ്ട എന്റെ രാധു, അവൾ ഭയപ്പെടും. പ്ലീസ് ഗൗരി, നീ ഒന്ന് പോയിത്താ. എങ്ങോട്ട് ശ്രീയേട്ടാ? എന്റെ ശ്രീയേട്ടൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എനിക്ക് പോകാൻ കഴിയോ? നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതമില്ലേ? രാധിക അതിനൊരു തടസ്സമാകില്ല. എന്റെ പക വീട്ടിയാൽ, അവൾ മരിച്ചാൽ, അവളുടെ ആത്മാവ് അടർന്നുപോയാ ഞാൻ അതിൽ പ്രവേശിക്കും. അങ്ങനെയായാൽ അവളുടെ രൂപത്തിൽ എനിക്ക് ജീവിക്കാം ശ്രീയേട്ടാ. നമുക്കൊരുമിച്ച് ജീവിക്കാം. അവള് മരിച്ചെന്ന് ആരും അറിയില്ല. നോ, അവളെ ഒന്നും ചെയ്യരുത്. അവളുടെ രൂപത്തിൽ എനിക്ക് നീ വേണ്ട. എനിക്ക് അവളെ തന്നെ മതി. അവളെ മാത്രം. അവളെ മാത്രം? ഞാനാരാ ശ്രീയേട്ടന്റെ അപ്പോ? എന്നെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാതെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ എന്നെ വേണ്ടല്ലേ? ഞാൻ ആരായിരുന്നു നിങ്ങൾക്കെന്നറിയില്ലേ? ഞാൻ ശ്രീയേട്ടന്റെ ഗൗരിയല്ലേ? എത്ര സ്നേഹിച്ചതാ നമ്മൾ. എന്നിട്ടും എന്നെ വേണ്ടല്ലേ ഇപ്പോ? ഞാൻ വെറും ആത്മാവ് മാത്രമായില്ലേ നിങ്ങൾക്ക്? അതെ, നീ വെറും ആത്മാവ് തന്നെ എനിക്കിപ്പോ. നീ മരിച്ചിട്ടും നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ കരുവാക്കി. ഒരു പാവം പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് തള്ളിയിട്ടു. അതറിഞ്ഞ മുതൽ നീ എനിക്ക് ആത്മാവ് മാത്രമായി. ഇനി എനിക്കിതിലൊന്നും പറയാനില്ല. രാധിക. ഗൗരി രാധികയെ വിളിച്ചു. രാധിക വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഗൗരി ചേച്ചി. ലച്ചുവും സച്ചിയും ബാലയും ഒരുമിച്ച് പറഞ്ഞു. ശ്രീനാഥ് രാധികയെ നോക്കി. രാധിക ശ്രീനാഥിനെയും. എന്താ രാധികേ, ഞെട്ടിയോ അതോ പേടിച്ചോ? രാധിക ഗൗരിയെ നോക്കി. അല്ല, ആരിത്? ഗൗരിയോ? പരലോകത്ത് എല്ലാവർക്കും സുഖമല്ലേ? ശ്രീനാഥ് കണ്ണും മിഴിച്ചു നിന്നു. മരിച്ച് മണ്ണടിഞ്ഞ നീ മുന്നിൽ വന്ന് നിന്നപ്പോ ഞാനൊന്ന് ഞെട്ടി, സത്യമാ. പക്ഷേ പേടിക്കാൻ മാത്രം നീയൊന്നും അല്ല. അത് നിന്റെ തോന്നലാണ് രാധികേ. നിന്റെ പ്രാണം പറഞ്ഞു പോകുന്ന നിമിഷത്തിൽ നിനക്ക് മനസ്സിലാകും എന്നെ ഭയപ്പെടണോന്ന്. രാധിക ചിരിച്ചു. എന്റെ ശ്രീയേട്ടനെ സ്വന്തമാക്കാനാണോ നീ എന്നെ കൊല്ലാൻ നടക്കുന്നത്? എന്നാ കേട്ടോ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ ബലം എന്റെ ശ്രീയേട്ടനാ. നിനക്കില്ലാത്തതും അതാ. വാ ശ്രീയേട്ടാ. രാധിക ശ്രീയുടെ കൈപിടിച്ചു. ശ്രീനാഥ് രാധികയെ നോക്കി ചിരിച്ചു. ശ്രീനാഥ് ഗൗരിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രാധികയുടെ ഒപ്പം പോയി. നിനക്ക് പേടി തോന്നിയില്ലേ രാധു, അവള് നിന്റെ മുന്നിൽ വന്നപ്പോ? പേടിച്ചു, ബട്ട് ശ്രീയേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ. ഏട്ടനുള്ളപ്പോ എനിക്കൊന്നും പറ്റില്ല. പിന്നെന്തിനാ ഞാൻ അവളെ പേടിക്കുന്നേ? എനിക്ക് ഭയമുണ്ടെന്നറിഞ്ഞാ അവൾക്ക് സന്തോഷാകും. നിന്റെ ഡയലോഗ് കേട്ട് എന്റെ കിളി പോയി രാധു. ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കണം ഭാര്യമാരായാൽ. അതിപ്പോ മനുഷ്യന്റെ മുൻപിലായാലും പ്രേതത്തിന് മുൻപിലായാലും. നീ എന്റെ മുത്താണ് പെണ്ണേ. നീ പേടിക്കണ്ട. നാളത്തോടുകൂടി ഗൗരിയെ നമ്മൾ പറഞ്ഞയക്കും. അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. മനക്കിലുള്ള ആരും ഒന്നും അറിയാതിരിക്കാൻ. നമ്മുടെ അച്ഛന്മാരും ഇവിടെ എത്തും, ഒപ്പം മുഴുവനൂരും. ഒരു ജീവമരണ പോരാട്ടത്തിന്. രാധിക ശ്രീയുടെ കൈ മുറുകെ പിടിച്ചു. രാത്രി രാധിക വെറുതെ ബംഗ്ലാവിന്റെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. കോണിപ്പടി കയറി രാധിക മുകളിലെ മുറികളിലെല്ലാം കയറിയിറങ്ങി നടന്നു. ഈ റൂമിലെന്താ ലൈറ്റില്ലേ? ഇരുട്ടിൽ രാധിക സ്വിച്ച് തപ്പുകയായിരുന്നു. എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ട് രാധിക തിരിഞ്ഞു നോക്കി. ആരാ അത്? ആരാണ്? രാധിക ചുറ്റും നോക്കി. ആരാ? പെട്ടെന്ന് രാധികയുടെ തലയ്ക്ക് അടിയേറ്റു. തന്റെ ബോധം മറയുന്നതായി രാധികയ്ക്ക് മനസ്സിലായി. രാധിക താഴേക്കു വീണു. ഇരുട്ടിൽ കിടന്ന രാധികയുടെ കൈയും കാലും അയാൾ കെട്ടിയിട്ടു. മുറിയിലെ ഇരുട്ടിൽ നിന്ന് അയാൾ പുറത്തെ വെളിച്ചത്തേക്കിറങ്ങി. ഗൗരി. അവൾ ഇരുട്ടിൽ കിടക്കുന്ന രാധികയെ നോക്കി. ഗൗരി കണ്ണടച്ചു തുറന്നതും അവൾ രാധികയുടെ രൂപത്തിലേക്ക് മാറി. നീ എന്താടി പറഞ്ഞത്? നിനക്കെന്നെ ഭയമില്ലെന്നോ? നീ ഉണരുന്നതിന് മുൻപ് ഞങ്ങളിവിടുന്ന് പോകും. ശ്രീയേട്ടൻ ഇവിടുന്ന് പോയാ നിന്റെ കാര്യം ഞാൻ തീർക്കും. പിന്നെ നിന്റെ രൂപത്തിലേക്ക്
എന്റെ ആത്മാവിന്റെ പരകായ പ്രവേശം കൂടി നടന്നാ പിന്നെ ഞാൻ രാധികയായി ജീവിക്കും, എന്റെ ശ്രീയേട്ടന്റെ ഒപ്പം. അതിനെന്നെ കരുമൻ സഹായിക്കും. അവന്റെ സഹായത്തിന്റെ പ്രതിഫലം മനക്കിലെ സർപ്പവൈഡൂര്യമാണ്. അതും കൂടി കൊടുത്ത് ഞാൻ എന്റെ ശ്രീയേട്ടനുമായി പോകും. പിന്നെ നിന്റെ ഓർമ്മ പോലും എന്റെ ശ്രീയേട്ടനിൽ ഞാൻ അവശേഷിപ്പിക്കില്ല. ഗൗരി വാതിൽ അടച്ചു പൂട്ടി. ഗാർഡനിൽ ഇരുന്നിരുന്ന ശ്രീയുടെ കഴുത്തിലൂടെ കൈയിട്ട് ഗൗരി ചേർന്ന് നിന്നു. ശ്രീനാഥ് എന്തോ ഒരു നിമിഷം ആലോചിച്ചു. എന്താ രാധു, ഭയങ്കര സന്തോഷമാണല്ലോ എന്റെ പെണ്ണിന്. നമുക്ക് മനക്കിലേക്ക് പോകാം, ഇവിടെ ഒരു സുഖമില്ല. അതെന്താ പെട്ടെന്ന് സുഖമില്ലാതായത്? നിനക്ക് ഇവിടുന്ന് പോകണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ, എന്നാലും നമുക്ക് പോകാം പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ നീ പോയി കിടന്നോ, ശ്രീനാഥ് പറഞ്ഞു. അതെന്താ, ശ്രീയേട്ടനില്ലേ? ഞാൻ വന്നോളാം രാധു, നീ ചെല്ല്. വേഗം വരണേ. ഗൗരി മുറിയിലേക്ക് പോയി. ശ്രീനാഥ് തന്റെ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. രാധു, നീ കിടന്നോ? ശ്രീനാഥ് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ശ്രീയേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. കിടക്കാം നമുക്ക്. കിടക്കാറായോ? ഏയ് ഇല്ല, എന്നത്തെയും പതിവ് തെറ്റിക്കല്ലേ പെണ്ണേ, നല്ല തണുപ്പാ. ശ്രീനാഥ് ഗൗരിയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഗൗരി ഒഴിഞ്ഞു മാറി. എന്താ രാധു, എന്താ പറ്റിയത്? കെട്ടിപ്പിടിച്ചല്ലേ ഉള്ളൂ, ഇനി എന്തൊക്കെയുണ്ട്? വേണ്ട. എന്ത് വേണ്ടെന്നോ? കാക്ക മലർന്നു പറക്കും. വൺസ് മോർ എന്ന് പറയുന്ന എന്റെ പെണ്ണ് പറയാ വേണ്ടെന്ന്. ഇന്നെന്താ പറ്റിയത് നിനക്ക്? ശ്രീനാഥ് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. വേണ്ട. ഗൗരി ശ്രീനാഥിനെ തള്ളിമാറ്റി. അതെന്താണ്? അത് പിന്നെ എനിക്ക് പീരീഡ്സ് ആയി. ഓടി കള്ളം പറയാതെ, ഇങ്ങോട്ട് വരുന്നതിന് മുൻപല്ലേ കഴിഞ്ഞേ, എന്നിട്ട് വീണ്ടും? ഞാനൊരു ഡോക്ടറാണ് ബേബി, കള്ളം പറയല്ലേ. നീ ഇങ്ങോട്ട് വന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പറ്റില്ല. അതെന്താടി നിനക്ക് പറ്റാത്തത്? ശ്രീനാഥിന്റെ ശബ്ദം മാറി, മുഖത്തെ ഭാവവും. ആ, ഞാനത് മറന്നു. ആത്മാക്കൾക്ക് ഇതൊന്നും പറ്റില്ല. മനുഷ്യനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ലല്ലോ. ആത്മാവോ? ഗൗരി ഒന്നും അറിയാത്തതുപോലെ നിന്നു. എന്നോട് തന്നെ ഇത് വേണോ? നീ എന്റെ രാധികയല്ലെന്ന് എനിക്കറിയാം. നീ ഗൗരിയാണെന്നും എനിക്കറിയാം. ഇന്നത്തെ ദിവസം എനിക്കറിയാം. എനിക്കറിയാം ഈ മാസത്തിലെ ആദ്യത്തെ അമാവാസി, നിങ്ങൾ ആത്മാക്കൾക്ക് ശക്തി കൂടുന്ന ദിവസം. അതുകൊണ്ടാണ് നീ എന്റെ പെണ്ണിനെ അടിച്ചു വീഴ്ത്തി അവളുടെ രൂപം മാറി എന്റെ അടുത്ത് വന്നത്. എന്തായാലും വന്നതല്ലേ, ഇന്നത്തെ ഒരു രാത്രി മുഴുവൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നീ എന്റെ പഴയ ഗൗരിയും ഞാൻ ആ പഴയ ശ്രീനാഥുമായി. വാ ഗൗരി, നിന്റെ ശ്രീയേട്ടനെ വിളിക്കുന്നേ. കമോൺ, വന്നെന്നെ കെട്ടിപ്പിടിക്ക്. കമോൺ ഗൗരി. ശ്രീനാഥ് ചിരിച്ചു. ഗൗരി ചുറ്റും നോക്കി. അവളെന്റെ കൂടെ ജീവിക്കാൻ വന്നേക്കുന്നു. എടി, നീയൊരാത്മാവാണ്. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയെയും, എന്റെ രാധികയെ, നിന്നെയല്ല. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവളെ എനിക്ക് തന്നതിൽ. നിന്നേക്കാളേറെ അവളെന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളെയും. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അവളെ പൊന്നുപോലെ നോക്കും ഞാൻ. ശ്രീനാഥ് ഇതെല്ലാം പറയുമ്പോഴും ഗൗരിയെ നോക്കുകയായിരുന്നു. ഗൗരിയുടെ മുഖത്തെ ദേഷ്യം ശ്രീനാഥിന് മനസ്സിലായി. അവളെപ്പോലെ ഒരു പെണ്ണിനെയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നീയൊന്നുമല്ല ഗൗരി. മതി മതി അവളെ വർണ്ണിച്ചത്. അവളല്ല നിങ്ങളുടേത്. ഗൗരി ശ്രീനാഥിനെ നോക്കി. ഗൗരിയുടെ കണ്ണുകളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് ശ്രീനാഥ് കണ്ടു. ശ്രീനാഥിന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഗൗരിയുടെ ദേഷ്യം ബംഗ്ലാവിന്റെ പുറത്ത് കാറ്റായും മഴയായും മിന്നലായും മാറിത്തുടങ്ങി. ഗൗരി വാതിലിലേക്ക് നോക്കിയതും അത് മലർക്ക തുറന്നു. ഞൊടിയിടയിൽ ഗൗരി പുറത്തെത്തിയതും ശ്രീനാഥിനെ അകത്തിട്ട് വാതിൽ തനിയെ അടച്ചു. ഗൗരി, വാതിൽ തുറക്ക്. ഓപ്പൺ ദ ഡോർ പ്ലീസ്. ഗൗരി. ശ്രീനാഥ് വാതിലിൽ തട്ടി വിളിച്ചു. ഗൗരി, വാതിൽ തുറക്കാൻ. ഗൗരി തന്റെ രൂപത്തിലേക്ക് മാറി. ഇന്ന് നിന്റെ മരണമാണ് രാധിക. നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട.
എന്നെപ്പോലെ നീയും അലയണം ശ്രീയേട്ടനു വേണ്ടി. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ. എന്നെ കൊന്നവർക്കുള്ള ശിക്ഷ. ഗൗരി കോണിപ്പടിയുടെ മുകളിലേക്ക് നോക്കി. മുറിയിൽ രാധികയുടെ നെറ്റിയിലെ മുറിവ് ബാല കെട്ടിക്കൊടുത്തു. അറിയോ ഓക്കെ ഏട്ടത്തി? ഐ എം ഫൈൻ. കറക്റ്റ് ടൈമിൽ ശ്രീ എന്നെ വിളിച്ച് നീ ഏത് റൂമിലാണെന്ന് നോക്കാൻ പറഞ്ഞതുകൊണ്ട് രാധിക ഭാഗ്യമായി, അരുൺ പറഞ്ഞു. എന്നാലും ഗൗരി ചേച്ചി മരിച്ചില്ലേ? ഇനിയെങ്കിലും ശ്രീയേട്ടനെ വെറുതെ വിട്ടുകൂടെ? ലച്ചു ദേഷ്യപ്പെട്ടു. ദുഷ്ട, എന്റെ ഏട്ടന് ഒരു സ്വസ്ഥതയും കൊടുക്കാത്തവൾ. അതും പറഞ്ഞ് ലച്ചു തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ട് പേടിച്ചു. നീ എന്റെ ഇരയല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. എനിക്ക് വേണ്ടത് ഇവളെയാ. ഗൗരി രാധികയുടെ മുടിക്കെട്ടിൽ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് തള്ളി എല്ലാവരെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ! എല്ലാവരും വാതിലിൽ തട്ടി വിളിച്ചു. രാധിക ഗൗരിയെ നോക്കി. രാധിക ചുറ്റും നോക്കി. ആരെയാ നീ നോക്കുന്നത്? ശ്രീയേട്ടനെയോ? വരില്ല. നിന്നെ രക്ഷിക്കാൻ ശ്രീയേട്ടൻ വരില്ല. കാരണം ശ്രീയേട്ടൻ എന്റെയാ. എന്റെ ഇഷ്ടത്തിനപ്പുറം ശ്രീയേട്ടനൊന്നുമില്ല. നിന്നെ കൊന്ന് നിന്റെ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാ ഞാൻ ശ്രീയേട്ടന്റെ ആയി. അതറിഞ്ഞപ്പോ ശ്രീയേട്ടൻ പറഞ്ഞതെന്തെന്ന് നിനക്കറിയാമോ? നിന്നെ കൊല്ലാൻ. ഗൗരി അട്ടഹസിച്ചു. ഇല്ല, എന്റെ ശ്രീയേട്ടൻ അങ്ങനെ പറയില്ല. എന്നെ വിശ്വസിക്കണ്ട. നീ വിളിക്ക്. നിന്റെ ശ്രീയേട്ടനോട് നിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറയ് രാധിക. നീ ആർത്തു വിളിക്ക്. വരില്ല. ശ്രീയേട്ടാ, ശ്രീയേട്ടാ! രാധിക കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു. ഗൗരി വീണ്ടും പൊട്ടിച്ചിരിച്ചു. വരില്ലടി, ശ്രീയേട്ടൻ വരില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ മുന്നിൽ അഭിനയിച്ചില്ലേ ശ്രീയേട്ടൻ? എനിക്ക് ശ്രീയേട്ടന്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ ഒരു പെണ്ണ് വേണം. ശ്രീയേട്ടൻ ആയില്യമായതിനാൽ വേറൊരു പെണ്ണ് പറ്റില്ല. ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച പെണ്ണ് തന്നെ വേണം. നീയാണ് ശ്രീയേട്ടന്റെ ഭാര്യയാവേണ്ടതെന്ന് ജാതകത്തിലുള്ളതിനാൽ എന്റെ പ്രേരണയിൽ നിന്നെ ശ്രീയേട്ടൻ ഭാര്യയാക്കി. പക്ഷേ കന്യകയായ നിന്നിൽ എനിക്ക് പരകായപ്രവേശം നടത്താനാകില്ല. അത് ശ്രീയേട്ടനോട് പറഞ്ഞപ്പോഴാണ് നിന്റെ സമ്മതമില്ലാതെ ശ്രീയേട്ടൻ നിന്നെ തൊട്ടത്. നിന്റെ കന്യകാത്വത്തെ യാതൊരു കുറ്റബോധവുമില്ലാതെ ശ്രീയേട്ടൻ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. എനിക്ക് വേണ്ടി, എന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നീ പറയ്, നിന്നെ സ്നേഹിക്കുന്ന ശ്രീയേട്ടൻ നിന്റെ സമ്മതത്തോടെയാണോ നിന്നെ തൊട്ടത്? രാധിക ഒന്നും മിണ്ടിയില്ല. അല്ല, നിനക്കും അറിയാം. നിന്നെ രക്ഷിക്കാൻ അയാൾ വരില്ല. അയാൾ എനിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രം. നിന്നിലൂടെ എന്നെ, ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാക്കാൻ. അല്ലെന്ന് തോന്നുന്നുവെങ്കിൽ നീ വിളിക്കേ. നിന്നെ രക്ഷിക്കാൻ പറയ്. നാഗരാജാവിന്റെ പ്രതിപുരുഷനായ ശ്രീയേട്ടനോട്. വരില്ല. നിന്റെ മരണം അടുത്തു രാധികേ. ഇന്നത്തോടുകൂടി നീ വെറും ഓർമ്മ. ഗൗരി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് രാധികയ്ക്ക് നേരെ നടന്നു. രാധിക ഓടി കോണിപ്പടികൾ ഇറങ്ങി. പിന്നാലെ ഗൗരിയും. നീ എവിടേക്ക് വേണമെങ്കിലും ഓടിക്കോ രാധികേ. മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. രാധിക ഓടി ബംഗ്ലാവിന് പുറത്തേക്കെത്തി. പുറത്ത് ആഞ്ഞടിക്കുന്ന കാറ്റിൽ രാധികയ്ക്ക് നീങ്ങാനായില്ല. കോരിച്ചൊരിയുന്ന മഴയും ഇടിമിന്നലും രാധികയെ ഭയപ്പെടുത്തി. ഗൗരി എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് രാധികയ്ക്ക് പിന്നാലെ നടന്നു. ശ്രീയേട്ടാ! രാധിക കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇരുട്ടിലേക്കോടി. പിന്നാലെ ഗൗരിയും. രാധിക ഓടി ഒരു മരത്തിനടുത്തുനിന്ന് കിതച്ചു. പിന്നിൽ ഗൗരിയെ കാണാത്തതിൽ രാധിക ആശ്വസിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന രണ്ടു കൈകൾ രാധികയുടെ കഴുത്തു പിടിച്ച് ഞെരിച്ചു. രാധികയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. രാധിക ശ്വാസമെടുക്കുന്നതിനായി പാടുപെട്ടു. പെട്ടെന്ന് കൈകൾ അയഞ്ഞപ്പോൾ രാധിക ചുമച്ചു കിതച്ചു. പെട്ടെന്ന് കൈകൾ അയഞ്ഞപ്പോൾ രാധികയുടെ കിതപ്പ് കൂടി വന്നു. എന്തേ, പേടിച്ചോ നീ? ശബ്ദം കേട്ട് തലയുയർത്തി നോക്കിയപ്പോൾ മുൻപിൽ മുടി അഴിച്ചിട്ട് കണ്ണുകളിൽ രക്തം കെട്ടിക്കിടക്കുന്ന ഗൗരിയെ രാധിക കണ്ടു. നീയല്ലേ എന്നെ പേടിയില്ലെന്ന് പറഞ്ഞേ?
ഓ, ഞാൻ മറന്നു. നിന്റെ ബലം ശ്രീയേട്ടനാണല്ലോ അല്ലേ? എനിക്കില്ലാത്തതും അതാണല്ലോ. എന്നാ കണ്ടോ നിന്റെ ശ്രീയേട്ടനെ? ഗൗരി അവളുടെ വലതുഭാഗത്ത് നോക്കി. ഒപ്പം രാധികയും. ഒരു വൻമരത്തിന് ചാരി ശ്രീനാഥ് നിൽക്കുന്നത് രാധിക കണ്ടു. ശ്രീയേട്ടാ! രാധിക എഴുന്നേൽക്കാനാവാതെ മണ്ണിലൂടെ നെരുങ്ങി ശ്രീനാഥിന്റെ അടുത്തേക്ക് ചെന്നു. ശ്രീയേട്ടാ, എന്നെ രക്ഷിക്ക് ശ്രീയേട്ടാ. രാധിക ശ്രീക്ക് നേരെ കൈനീട്ടി. ശ്രീനാഥ് രാധികയെ നോക്കി നിന്നു. പതിയെ ശ്രീനാഥിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. രക്ഷിക്കാനോ? ഞാനോ? നിന്നെയോ? നോ രാധു, അത് നിന്റെ അതിമോഹമല്ലേ എന്റെ പെണ്ണേ. എന്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഒരു പെണ്ണേ ഉള്ളൂ. അതെന്റെ ഗൗരിയാ. ഗൗരി മാത്രം. ശ്രീനാഥ് ചിരിച്ചു. നീ എന്താടി കരുതിയത്? ഇവളെ ഇല്ലാതാക്കിയ നിന്റെ വീട്ടുകാരെ ഞാൻ വെറുതെ വിടുവന്നോ? അവർക്കുള്ള ശിക്ഷ നീയാ. എനിക്കൊരു രൂപം വേണം. നിന്റെ. എന്റെ പെണ്ണിന് ജീവിക്കാൻ നിന്റെ രൂപം വേണം. അതിനാ ഞാൻ നിന്നെ കെട്ടിയത്. നീ എന്റെ പെണ്ണിന്റെ ഓർമ്മകളെ ചുട്ടരിച്ചില്ലേ? എന്റെ നെഞ്ചും കൂടിയാ നീ കത്തിച്ചു കളഞ്ഞത്. ആ നിന്നെ ഞാൻ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല. അപ്പോ എന്നെ ചതിക്കായിരുന്നല്ലേ? രാധിക കരഞ്ഞു. സത്യം പറഞ്ഞാൽ അതെ, അതുതന്നെ. പിന്നെ നീ എന്താ കരുതിയേ? നിന്നെ കാളിയാർ മനയ്ക്കലെ ശ്രീനാഥിന്റെ തമ്പുരാട്ടിയായി ഞാൻ വാഴിക്കുമെന്നോ? എന്നെ ഒന്നും ചെയ്യില്ല ശ്രീയേട്ടാ. രാധിക ശ്രീനാഥിന്റെ കാലു പിടിച്ച് കരഞ്ഞു. ഒരു ചാൻസ് തരാം, നീ രക്ഷപ്പെട്ടോ, ശ്രീനാഥ് പറഞ്ഞു. രാധിക ഒരുവിധം നിലത്തുനിന്ന് എഴുന്നേറ്റ് വേച്ചു വേച്ചു നടന്നു. നടക്കുന്നതിനിടയിൽ രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗരിയെ ചേർത്തു പിടിച്ച് നിൽക്കുന്ന ശ്രീനാഥിനെ കണ്ടു. രാധിക തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടു. പിന്നിലേക്ക് 2 അടി നീങ്ങി. വീഴാതിരിക്കാൻ മരത്തിന്മേൽ പിടിച്ചു. ഗൗരി രാധികയെ രൂക്ഷമായി നോക്കി അവളുടെ നേരെ നടന്നു. രാധിക പിന്നോട്ടു. രാധിക പിന്നോട്ട് നടന്ന് തിരിഞ്ഞോടി. മഴയത്തിരുട്ടിലൂടെ രാധിക എവിടേക്കെന്നറിയാതെ ഓടി. പെട്ടെന്നൊരു മരത്തിന്റെ മറവിൽ നിന്ന് ആരോ രാധികയുടെ കൈ പിടിച്ചു വലിച്ചു. അയാൾ രാധികയുടെ ചുണ്ടിൽ വിരലമർത്തി. ഇയാളെന്തിനാ അവര് പിന്തുടരുന്നേ? ആരാ? രാധിക ചോദിച്ചു. ഞാൻ ക്രിസ്റ്റി. നിങ്ങളോട് പ്രശ്നമുണ്ടാക്കിയില്ലേ, അത് ഞാനാ. എന്നെ രക്ഷിക്കാവോ? അവരെന്നെ കൊല്ലും, പ്ലീസ്. രാധിക കരഞ്ഞു പറഞ്ഞു. മിണ്ടാതിരിക്കെ. ക്രിസ്റ്റി രാധികയെ ചേർത്തു പിടിച്ചു. വാ. ക്രിസ്റ്റി രാധികയുടെ കൈ പിടിച്ച് ഇരുട്ടിലൂടെ നടന്നു. എങ്ങോട്ടാ? രാധിക ചോദിച്ചു. എവിടേക്കെങ്കിലും. എന്റെ ഒപ്പം വരാൻ ഭയമാണെങ്കിൽ വേണ്ട. ക്രിസ്റ്റി രാധികയുടെ കൈവിട്ടു. ഭയമായിട്ടല്ല, എവിടെ പോയാലും ഞാൻ രക്ഷപ്പെടില്ല. ഇല്ല, നീ രക്ഷപ്പെടില്ല. ക്രിസ്റ്റിക്കും രാധികയ്ക്കും മുന്നിൽ ശ്രീനാഥ് വന്നു നിന്നു. ക്രിസ്റ്റി ശ്രീനാഥിനെ തല്ലാനായി ഉയർത്തിയ കൈ ശ്രീനാഥ് പിടിച്ച് തിരിച്ചതും ക്രിസ്റ്റി അലറി. ശ്രീനാഥ് തന്റെ 2 കൈകൊണ്ട് ക്രിസ്റ്റിയെ എടുത്തുയർത്തി വായുവിലേക്ക് വലിച്ചെറിഞ്ഞു. ശ്രീനാഥ് രാധികയെ നോക്കി. ശ്രീനാഥിന്റെ ഭാവമാറ്റം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു രാധിക. ശ്രീനാഥ് കൈ ഉയർത്തി രാധികയുടെ ചെവി നോക്കി അടിച്ചതും രാധിക താഴേക്ക് തെറിച്ചു വീണു. നിലത്തു വീണുകിടക്കുന്ന രാധികയുടെ അടുത്തേക്ക് ശ്രീനാഥ് മുട്ടുകുത്തി നിന്നു. എന്റെ പെണ്ണിനെ വേദനിച്ചോ? ശ്രീനാഥ് സങ്കടം അഭിനയിച്ച് ചോദിച്ചു. രാധിക അർത്ഥബോധത്തിൽ ശ്രീനാഥിനെ നോക്കി. എന്നെ ഗൗരിക്ക് കൊല്ലാൻ കൊടുക്കണ്ട. ശ്രീയേട്ടൻ കൊന്നോ? രാധിക പറഞ്ഞു. ഈ കൈകൊണ്ടാവുമ്പോ എനിക്ക് വേദനിക്കില്ല. ശ്രീയേട്ടനെ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാമല്ലോ. എന്നെ കൊന്നേക്ക് ശ്രീയേട്ടാ. അല്ലെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളെ വെറുക്കും.
ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊല്ലാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. സാധിച്ചു തരുമോ എന്റെ രാധു? എന്താ ശ്രീയേട്ടാ? രാധിക ചോദിച്ചു. എന്റെ പ്രാണം പോകുന്നതിന് മുൻപ് എനിക്ക് നിന്നെ ഒന്ന് അനുഭവിക്കണം. ലാസ്റ്റ്. ഗൗരി തടസ്സം പറയില്ല. അവളെന്റെ ഏതിഷ്ടത്തിനും കൂടെ നിൽക്കും. ഒന്നുകൂടെ. ശ്രീനാഥ് രാധികയെ കോരിയെടുത്ത് ഒരു മരത്തിന്റെ മറവിൽ കൊണ്ടുചെന്ന് കിടത്തി. വേണ്ട ശ്രീയേട്ടാ, വേണ്ട. രാധിക കരഞ്ഞു. അങ്ങനെ പറയല്ലേ എന്റെ പെണ്ണേ. ആദ്യത്തെയും അവസാനത്തെയും നിന്റെ ഇഷ്ടമില്ലാതായിക്കോട്ടെ. മുടങ്ങിക്കിടക്കടി. ശ്രീനാഥ് അലറി. രാധിക ശബ്ദമില്ലാതെ കരഞ്ഞു. ആ, അങ്ങനെ നല്ല കുട്ടിയാവണം. ശ്രീനാഥ് രാധികയെ നോക്കി ചിരിച്ചു.